Hello students, welcome to Java programming lecturing class. Previous videos we introduced some concept of OOPs, object oriented programming concepts. Within that we discussed mainly the four OOP concept, and the remaining concept will be discussed in this class. And previous class we discussed some OOP concept. First one is the object, second one is the class, and third one is the encapsulation, and fourth one is the data abstraction. Today we can discuss the OOP concept inheritance. All of you know what is the meaning of inheritance. The same inheritance concept is implemented the programming language Java. Let's discuss what is an inheritance. Actually, inheritance means acquiring the properties of one class by the another class is called inheritance. That means ഒരു ക്ലാസ് മറ്റൊരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുക, അതിനെ നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടറിനും ബിഹേവിയറിനും വന്നതായിരിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയോ, അങ്ങനെ ഒരു ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടേതായ ബിഹേവിയേഴ്സും അതും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആക്സസ് ചെയ്യുക, ആ ആക്സസ് ചെയ്യുന്ന ക്ലാസ്സിന് അതിൻ്റേതായ സ്പെഷ്യലായിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എ ക്ലാസ് ഈസ് അക്വയറിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. മറ്റൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി വേറൊരു ക്ലാസ് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ഡെഫിനിഷൻ ഓഫ് ദ സ്ലൈഡിലേക്ക് നോക്കുക. ഇൻഹെറിറ്റൻസ്, ദ മെക്കാനിസം ഓഫ് ഡിറൈവിംഗ് എ ന്യൂ ക്ലാസ് from an old class is called inheritance or derivation. എന്താ പറഞ്ഞത്? ദ മെക്കാനിസം ഓഫ് ഡിറൈവിംഗ് എ ന്യൂ ക്ലാസ്, പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തിരുന്ന ഒരു മെക്കാനിസം. ഫ്രം ആൻ ഓൾഡ് ക്ലാസ്, ഒരു പഴയ ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തു വരുന്ന ആ ഒരു മെക്കാനിസത്തിന് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓർ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദ ഓൾഡ് ക്ലാസ് ഈസ് നോൺ ആസ് ബേസ് ക്ലാസ്. എവിടെ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു ക്ലാസ്സിനെ നമ്മൾ പറയും എന്ത്? ബേസ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ ഓൾഡ് ക്ലാസ്സിനെയാണ് നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. വൈൽ ന്യൂ ക്ലാസ് ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് നമ്മൾ പറയും. അപ്പോൾ പുതിയ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ എവിടേക്കാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ പുതിയ ക്ലാസ്സിനെ, ന്യൂ ക്ലാസ്സിനെ നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് ഓർ ചൈൽഡ് ക്ലാസ് എന്നൊക്കെ പറയും. എവിടെ നിന്നാണോ വരുന്നത് ഓൾഡ് ക്ലാസ്സിനെ നമ്മൾ പറഞ്ഞത് ഡിറൈവ് ചെയ്ത് ബേസ് ക്ലാസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സും നമുക്ക് പറയാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ബേസ് ക്ലാസ് ഓർ പാരൻറ്റ് ക്ലാസ് ഈസ് കോൾഡ് ദ ഓൾഡ് ക്ലാസ്. ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ന്യൂ ക്ലാസ്സിന് നമ്മൾ പറയുന്നത് സബ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ് ഓർ ചൈൽഡ് ക്ലാസ്. അപ്പം ഇതാണ് ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദ ഇൻഹെറിറ്റൻസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫീച്ചർ ഓഫ് OOP. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. Through this inheritance we can reuse the code. ഈ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസബിലിറ്റി കിട്ടും. റീയൂസബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഡ് എഴുതി കൊടുത്താൽ അത് നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്കോ മറ്റൊരു ക്ലാസ്സിലേക്കോ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ കോഡ് വീണ്ടും നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ റീയൂസ് ചെയ്യാം. ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാമിലോട്ടോ നമ്മുടെ ക്ലാസ്സിലോട്ടോ ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു റീയൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസിലാണ്. അപ്പോൾ ത്രൂ ഇൻഹെറിറ്റൻസ് വി ക്യാൻ റീയൂസ് ദ കോഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നേ എഴുതിയെടുത്തുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു അഡീഷന് വേണ്ടി ഞാനൊരു പ്രോഗ്രാം എഴുതി കൊടുത്തു. ഇനി ഞാനൊരു പിന്നെ അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും വേണ്ടി മറ്റൊരു കോഡ് എഴുതി കൊടുക്കുക. അരിതമെറ്റിക് ഓപ്പറേഷനകത്ത് നിങ്ങൾക്കറിയാം അഡീഷൻ ഉണ്ടായിരിക്കും, സബ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഡിവിഷൻ ഉണ്ടായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, മോഡുലസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അഡീഷൻ്റെ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്ക് അഡീഷൻ്റെ ആ കോഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ ആ അഡീഷൻ എഴുതി കൊടുത്ത ആ പ്രോഗ്രാമിന് ഇതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്താൽ മതി. എവിടെയാണോ ഒരു ക്ലാസ്സിനകത്തായിരിക്കും എഴുതി കൊടുത്തിട്ടുള്ളത്
അതിനെ നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്താൽ മതി, ഇൻഹെറിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ കോഡ് എനിക്ക് വീണ്ടും എൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ആ കോഡ് എന്ത് ചെയ്തു, അവിടെ റീയൂസ് ചെയ്തു, വീണ്ടും യൂസ് ചെയ്തു. ആ ഒരു റീയൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഡിൻ്റെ അഡീഷൻ്റെ എല്ലാ കോഡുകളും എവിടെ കിട്ടി, അരിതമെറ്റിക് ഓപ്പറേഷനകത്ത് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതാണ് ഒരു ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വി ആർ റീയൂസിങ് ദ എക്സിസ്റ്റിംഗ് കോഡ് ഇൻ ടു എ ന്യൂ പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂ ക്ലാസ്, മറ്റൊരു ക്ലാസ്സിലേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ മെക്കാനിസം ഓഫ് ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ ഓൾഡ് ക്ലാസ് ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ്. അക്വയറിങ്, അല്ലെങ്കിൽ നമ്മൾ പറയും അക്വയറിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് ബൈ അനദർ ക്ലാസ്. മറ്റൊരു ക്ലാസ് അതിനെ പ്രോപ്പർട്ടി, ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടി മറ്റൊരു ക്ലാസ് ആക്സസ് ചെയ്യുക. The old class is known as base class or parent class, and the new class is known as child class, derived class or subclass. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. പോളിമോർഫിസം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമുക്കറിയാം, പോളി എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് മോർ ദാൻ വൺ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയാം. പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മോർ ദാൻ വൺ എന്നാണ് മീനിങ്. ഇനി വേറൊരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. സ്ലൈഡിലോട്ട് ശ്രദ്ധിക്കുക. പോളിമോർഫിസം ഈസ് എ ഗ്രീക്ക് ടേം വിച്ച് മീൻസ് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഇതൊരു ഗ്രീക്ക് വേർഡാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. എന്താണ്, ഒന്നിൽ കൂടുതൽ ഫോമുകളായിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോമായിട്ട് കാണാനുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തു. ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക് അഡീഷന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഞാൻ 2+3 ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്, അല്ലേ? 2+3 = 5 കിട്ടും. ഈ സെയിം പ്ലസ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ എനിക്ക് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിലാണ് ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും, മൂന്നാമത് മറ്റൊരു സ്ട്രിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, അവിടെ പ്ലസ് എന്ന് പറയുന്ന സെയിം സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് ഹാസ് മോർ ദാൻ വൺ ഫോം, ഒന്നിൽ കൂടുതൽ ഫോമുകളായിട്ടാണ് അത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. സെയിം ഫംഗ്ഷൻ നെയിം ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസ് എന്ന് നമുക്ക് പറയാം പോളിമോർഫിസത്തിന്. സെയിം ഫംഗ്ഷൻ നെയിം ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടി ഒരേ ഫംഗ്ഷൻ നെയിമോ ഒരേ ഓപ്പറേറ്റർ നെയിമോ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യാനും വേണ്ടി പ്ലസ് യൂസ് ചെയ്തു. ആ സെയിം പ്ലസിനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ഒരൊറ്റ ഓപ്പറേറ്ററേ ഉള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ സിമ്പിൾ ഉള്ളൂ. ഇറ്റ് ഹാസ് മോർ ദാൻ വൺ എബിലിറ്റി, ഒന്നിൽ കൂടുതൽ എബിലിറ്റി എക്സ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. സ്ലൈഡിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പ്ലസ് ഈസ് യൂസ്ഡ് ടു മേക്ക് സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പർ സം ചെയ്യാനും വേണ്ടി പ്ലസ് യൂസ് ചെയ്യാം. ആസ് വെൽ ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ടു സ്ട്രിങ്സ്. അതുപോലെ തന്നെ ഇതെന്തിനു നമുക്ക് യൂസ് ചെയ്യാം, ആസ് വെൽ ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ടു സ്ട്രിങ്, രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അവിടെ അതിൻ്റെ എക്സാമ്പിൾ ഒരു പിക്ചറൈസ്ഡ് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. 2+3 = 5. അവിടെ അഡീഷൻ നടന്നു. സെക്കൻഡ് പ്ലസ് യൂസ് ചെയ്ത് രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യാനായിരുന്നു. ആ സ്ട്രിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. MNO എന്ന് പറയുന്നൊരു സ്ട്രിങ്ങും സെയിം ടൈം PQR എന്ന് പറയുന്നൊരു സ്ട്രിങ്ങും. അത് ഈക്വൽ ടു പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, MNO PQR എന്ന് പറയുന്നത്. അപ്പം സെയിം സിമ്പിൾ തന്നെയാണ്, ബട്ട് ഡിഫറെൻറ്റ് പേർപ്പസിനാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പ്ലസ് യൂസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ബിക്കോസ് സെയിം ഓപ്പറേറ്റർ may behave differently on different instance. അപ്പോൾ എന്താണ്, സെയിം ഓപ്പറേറ്റർ തന്നെയായിരിക്കും, ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫോം അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ അതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അത് നമ്മൾ ഓർത്ത് വെക്കുക. പോളിമോർഫിസം ഈസ് മീനിങ് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ഡൈനാമിക് ബൈൻഡിങ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന മറ്റൊരു നെയിമാണ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ സിക്കകത്തൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറ്, എവിടെയാണോ ആ ഫംഗ്ഷൻ്റെ കോഡ് നമ്മൾ എഴുതി കൊടുത്തേക്കുന്നത് അങ്ങോട്ടായിരിക്കും ലിങ്ക് വരുന്നത്. അപ്പം പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ കമ്പൈലർ ടെസ്റ്റ് ചെയ്യുന്നത് പ്രോഗ്രാം നമ്മൾ എഴുതിയേക്കുന്ന സിൻടാക്സുകൾ കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ.
നമ്മൾ എഴുതിയ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, നമ്മൾ എഴുതിയ സിൻടാക്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, ഇത് മാത്രമേ കമ്പൈലർ ചെക്ക് ചെയ്യുന്നുള്ളൂ. ബട്ട് എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത്, എവിടെ നിന്നാണോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നത് ആ ഫംഗ്ഷൻ്റെ കോഡിലോട്ട് പോയിട്ട് അവിടുന്ന് ആ കോഡ് എന്താണോ പറഞ്ഞത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നത്. ആ കൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ലിങ്കിങ് ഓഫ് ദ പ്രൊസീജിയർ കോൾ ടു ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. എന്താണ് പ്രൊസീജിയർ കോൾ? പ്രൊസീജിയർ എന്ന് മീൻ ചെയ്യുന്നത് ഇവിടെ ഫംഗ്ഷനാണ്. ലിങ്കിങ് ഓഫ് ദ പ്രൊസീജിയർ കോൾ ടു ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഒരു പ്രൊസീജിയർ കോളിനെ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ കോളിനെയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കോളിനെയോ ലിങ്ക് ചെയ്യിപ്പിക്കുക ടു ദ കോഡ്. ഏതാണോ നമ്മൾ എഴുതി കൊടുത്തേക്കുന്ന കോഡ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡ് എങ്ങോട്ടാണോ എഴുതി കൊടുത്തേക്കുന്നത് ആ കോഡിലോട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. ടു ബി എക്സിക്യൂട്ടഡ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് ആ കോഡ് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എവിടെ നിന്നാണോ ഒരു പ്രൊസീജിയറിനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെയോ പ്രൊസീജിയറിൻ്റെയോ കോഡിനെ നമ്മൾ ലിങ്ക് ചെയ്യിപ്പിച്ച് വിടുന്നതിന് നമ്മൾ പറയുന്നത് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. That means it is the linking of the procedure call to the code to be executed. അതാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ആലോചിച്ചാൽ മതി നിങ്ങൾ. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ നെയിം വെച്ച് നമ്മൾ കോൾ ചെയ്യുക. അതിൻ്റെ ബോഡി നമ്മൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കും എഴുതി കൊടുത്തേക്കുന്നത്. കമ്പയർ ടൈമിൽ ഈ ഫംഗ്ഷൻ്റെ കോളിങ്ങും ആ ബോഡിയും തമ്മിലുള്ള ഒരു ചെക്കിങ്ങും വരുന്നില്ല. അതിൻ്റെ സിൻടാക്സുകളും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതും കറക്റ്റാണ് നോക്കുകയുള്ളൂ. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ കോഡിനകത്തോട്ട് പോകുന്നത്. ആ കോഡിനകത്ത് നമ്മൾ എഴുതി കൊടുത്തേക്കുന്ന പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റൺ ടൈമിലുള്ള ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ കോളിൻ്റെ കറസ്പോണ്ടിങ് കോഡായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. സ്ലൈഡിനകത്തോട്ട് നോക്കുക. ബൈൻഡിങ് മീൻസ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊസീജിയർ കോൾ ആൻഡ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ലിങ്കിങ് ഓഫ് ദ പ്രൊസീജിയർ കോൾ ടു ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. എങ്ങോട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ആ പ്രൊസീജിയറിൻ്റെ കോളിൻ്റെ എവിടെ നിന്നാണോ പ്രൊസീജിയർ കോൾ വന്നത് ആ കോളിനെ ആ കറസ്പോണ്ടിങ് കോഡായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. അതിനെ പറയുന്നത് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. നമ്മളിത് പറഞ്ഞത് തന്നെയാണ്, അത് വീണ്ടും അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലിങ്കിങ് ഓഫ് എ ഫംഗ്ഷൻ കോൾ ടു ദ ആക്ച്വൽ കോഡ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് റൺ ടൈം. അത് നമ്മൾ പറഞ്ഞത് എന്താണ്, ലിങ്കിങ് ഓഫ് ദ ഫംഗ്ഷൻ കോൾ. എവിടെ നിന്നാണോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ കോളിനെ ലിങ്ക് ചെയ്യിപ്പിക്കുക ടു ദ ആക്ച്വൽ കോഡ്. ആ ഫംഗ്ഷൻ്റെ കോഡ് എവിടെയാണോ എഴുതി കൊടുത്തേക്കുന്നത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യിപ്പിക്കുക ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് റൺ ടൈം. റൺ ടൈമിൽ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ഡൈനാമിക് ബൈൻഡിങ് ദ ആക്ച്വൽ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഈസ് നോട്ട് നോൺ ടു ദ കമ്പൈലർ അണ്ടിൽ റൺ ടൈം. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ആ ഫംഗ്ഷൻ്റെ ആക്ച്വൽ കോഡ് എവിടെയാണോ എഴുതി കൊടുത്തത് എന്നുള്ളത് കമ്പൈൽ ടൈമിൽ ആ ഒരു കമ്പൈലറിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോൺ ആസ് ലേറ്റ് ബൈൻഡിങ്. ഇതിന് അതുകൊണ്ടാണ് പിന്നെയാണ് ഇത് മനസ്സിലാക്കാൻ, പിന്നെ റൺ ടൈമിലാണ് എവിടെയാണ് അതിൻ്റെ കോഡ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് പോയിന്റ് നോക്കുക. മെസ്സേജ് പാസിംഗ്. That is the last concept of object-oriented programming language. Actually, message passing means objects communicate by sending and receiving messages. Object communicate ചെയ്യുന്നത് എങ്ങനെയാണ്? മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ടും മെസ്സേജുകൾ റിസീവ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഹൗ ആൻ ഒബ്ജക്റ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് അനദർ ഒബ്ജക്റ്റ്. എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ വാട്ട് വി ആർ കോളിംഗ്, ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് മെസ്സേജ് പാസിംഗ്. അതിനെ മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ മറ്റൊരു വ്യക്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ത്രൂ വാട്സപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാം നമുക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യും, അപ്പോഴല്ലേ അവർ കമ്മ്യൂണിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കും. ആ ഒബ്ജക്റ്റുകളാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസുകൾ പാസ് ചെയ്തിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രാം നോക്കുക. ഒബ്ജക്ട്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതേഴ്സ് by passing messages same as people passing messages with each other. നമ്മൾ മനുഷ്യർ മെസ്സേജുകൾ കൊടുക്കുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റുകൾ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തും റിസീവ് ചെയ്തുമാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട്സ് ക്യാൻ സെൻഡ് ഓർ റിസീവ് മെസ്സേജ് ഓർ ഇൻഫർമേഷൻ. ഒബ്ജക്റ്റിന് സെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് റിസീവ് ചെയ്യാം മെസ്സേജസ് ഓർ ഇൻഫർമേഷൻസ്. മെസ്സേജ് പാസിംഗ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ബേസിക് സ്റ്റെപ്സ്. ഒരു 3 സ്റ്റെപ്പ് ഉണ്ട് മെസ്സേജ് പാസിങ്ങിനകത്ത്.
ആ 3 സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റിംഗ് ക്ലാസ്സസ് ദാറ്റ് ഡിഫൈൻ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ബിഹേവിയർ. ആദ്യം തന്നെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ജാവ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ആ ക്ലാസ്സിനകത്ത് എന്തായിരിക്കും? ഡിഫൈൻ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ബിഹേവിയർ. ആ ക്ലാസ്സിനകത്ത് അതിൻ്റേതായ ഒബ്ജക്റ്റുകളും അതിൻ്റെ ബിഹേവിയറും നമ്മൾ എഴുതി കൊടുക്കും. അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്ലാസ്സിന് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കൺസെപ്റ്റാണ് ക്രിയേറ്റിംഗ് ക്ലാസ്സസ് ദാറ്റ് ഡിഫൈൻ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ബിഹേവിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് ഫ്രം ക്ലാസ് ഡെഫിനിഷൻ. ആ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഡെഫിനിഷനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? തേർഡ് വൺ, എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക? നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് 3 ടെക്നിക്കുകൾ എന്ന് പറയുന്നത് മെസ്സേജ് പാസിങ്ങിനകത്ത്. ആദ്യം തന്നെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുക, ആ ക്ലാസ്സിനകത്ത് ഒബ്ജക്റ്റും അതിൻ്റെ ബിഹേവിയറും ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക? ആ കറസ്പോണ്ടിങ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. തേർഡ് വൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ആ ഒബ്ജക്ട്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത്രയാണ് ഒരു മെസ്സേജ് പാസിങ്ങിൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കണം. ക്രിയേറ്റിംഗ് എ ക്ലാസ് ദാറ്റ് ഡിഫൈൻസ് objects and their behaviors. Second one, creating object from the class definition. Third one, establishing communication among objects. അത് ഓർത്ത് വെക്കുക, ആ 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ മെയിൻ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ മെയിൻ കൺസെപ്റ്റുകൾ നമ്മൾ നോക്കി വെക്കുക. ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളായിരുന്നു, ഒബ്ജക്ട്സ്. സെക്കൻഡ് വൺ ഈസ് ദ ക്ലാസ്. തേർഡ് വൺ ഈസ് ദ എൻക്യാപ്സുലേഷൻ. ഫോർത്ത് വൺ ഈസ് ദ data abstraction, and the fifth one is inheritance, and the sixth one is polymorphism, seventh one is dynamic binding, and the last one is message passing. ഇത്രയും ഓർത്ത് വെക്കുക, അതിൻ്റെ നോട്ട്സ് ക്ലിയർ ചെയ്ത് വെക്കുക. ഓക്കെ.